നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ 2025 മാർച്ച് 12 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ക്ഷേത്രത്തിൽ മകം തൊഴൽ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഭക്തർക്ക് ദേവിയെ കണ്ടു തൊഴാനാകും. രാത്രി 9:30 വരെ ഇത് തുടരും. വില്ലുമംഗലം സ്വാമിയാർക്ക് ചോറ്റാനിക്കര അമ്മ എങ്ങനെയാണോ ദർശനം നൽകിയത് അതുപോലെ തന്നെയാണ് സർവാഭരണ വിഭൂഷിതയായി ദിവ്യവസ്ത്രങ്ങളും ദിവ്യായുധങ്ങളും ധരിച്ചു നിൽക്കുന്ന ദേവിയെ ദർശിക്കാനാണ് ഭക്തജനങ്ങൾ മകം തൊഴാനായി ഇന്നും എത്തുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനമായ പവിഴമല്ലിത്തറയിൽ ക്ഷേത്രനട തുറക്കുന്ന അതേ സമയം തന്നെ ദേവിയെ തൊഴാനായി ഭക്തജനങ്ങൾ അവിടെയും കൂടാറുണ്ട്. ദേവിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ശക്തമായ കാറ്റ് പവിഴമല്ലിത്തറയിലും ഒപ്പമുണ്ടാകാറുണ്ട് എന്ന് ഭക്തർ പറയപ്പെടുന്നു. മകം തൊഴൽ, തൃക്കാർത്തിക, വിഷു എന്നീ 3 അവസരങ്ങളിലാണ് ചോറ്റാനിക്കര അമ്മയെ സർവാഭരണ വിഭൂഷിതയായി ദർശിക്കാനാവുക. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ചോറ്റാനിക്കര മേൽക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ വെച്ചു നടക്കുന്ന ബ്രാഹ്മണിപ്പാട്ടാണ് പ്രധാന ചടങ്ങ്. ബ്രാഹ്മണിയമ്മ എന്ന് സ്ഥാനപ്പേരുള്ള സ്ത്രീ നടത്തുന്ന പാട്ടായതുകൊണ്ടാണ് ഇത് ബ്രാഹ്മണിപ്പാട്ട് എന്നറിയപ്പെടുന്നത്. പുഷ്പക സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് ബ്രാഹ്മണിയമ്മ എന്നറിയപ്പെടുന്നത്. ഇത് അവരുടെ കുലത്തൊഴിൽ കൂടിയാണ്. എന്നാൽ ബ്രാഹ്മണിപ്പാട്ട് മാത്രമല്ല, അതിനോടൊപ്പം ഉദയാസ്തമന പൂജ, ഗുരുതി പൂജ, അന്നദാനം, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും ഇതിൽ ഉൾപ്പെടും. അതിനാൽ തന്നെ വൻ ചിലവുള്ള വഴിപാടാണ് ഇത്. ഇത് നേരുന്നവർ അപൂർവമാണ്. പാട്ട് നടക്കുന്ന ദിവസം കുരുത്തോലയും മാവ്, പ്ലാവ് തുടങ്ങിയ ഇലകളും പുണ്യപുഷ്പങ്ങളും കൊണ്ട് മണ്ഡപം പൂർണ്ണമായും അലങ്കരിച്ചിട്ടുണ്ടാകും. കൂടാതെ മണ്ഡപത്തിൽ നിരവധി വിളക്കുകളും ചന്ദനത്തിരി, കർപ്പൂരം തുടങ്ങിയവയും കൊളുത്തിവെച്ചിട്ടുണ്ടാകും. ശ്രീകോവിലിൽ നടക്കുന്ന സകല പൂജകളും ഈ സമയത്ത് മണ്ഡപത്തിലും ഉണ്ടാകും. ദേവിയുടെ ചൈതന്യത്തിൽ അല്പം മണ്ഡപത്തിലേക്കും ആവാഹിച്ച ശേഷമാണ് പാട്ട് തുടങ്ങുക. മേൽപ്പറഞ്ഞ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് പാട്ട് തുടങ്ങുക. സർപ്പം പാട്ടിന് ഉപയോഗിക്കുന്നത് പോലെയൊരു വാദ്യം ഉപയോഗിച്ചാണ് ബ്രാഹ്മണിയമ്മ പാടുന്നത്. പ്രത്യേക താളത്തിലുള്ള ദേവീ സ്തുതികളാണ് ആലപിക്കുക. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഗുരുതി പൂജ. ഇത് കീഴ്ക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ്. ചോറ്റാനിക്കര ഭഗവതിയുടെ പ്രധാന നിവേദ്യമാണ് ചതുശ്ശതം എന്നു പേരുള്ള ഒരു പായസം. ബ്രാഹ്മണിപ്പാട്ട് പാടുന്ന ദിവസം ഈ ചതുശ്ശതം എന്ന പ്രത്യേക പായസമാണ് ദേവിക്ക് നേദിക്കാറുള്ളത്. പ്രധാന നിവേദ്യമാണത്. 101 നാഴി അരി, 101 കദളിപ്പഴം, 101 ഫലം ശർക്കര, 101 നാളികേരം എന്നിവ ചേർത്തുണ്ടാക്കുന്ന പായസമാണ് ചതുശ്ശതം എന്നറിയപ്പെടുന്നത്. ശർക്കര സമർപ്പണം ഇവിടത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ചോറ്റാനിക്കര ഭഗവതി ശർക്കര പ്രിയയാണെന്നാണ് വിശ്വാസം. ഇതിന് പ്രത്യേക രസീതോ ഒന്നും തന്നെ ആവശ്യമില്ല. ഭക്തർ കൊണ്ടുവരുന്ന ശർക്കര മേൽക്കാവ് ക്ഷേത്രത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇത് അത്താഴ പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യാറുണ്ട്. മറ്റു വഴിപാടുകൾ നെയ്പായസം, കടുംപായസം, കൂട്ടുപായസം തുടങ്ങിയവ ഓരോ പൂജയ്ക്കും ഭഗവതിക്ക് നേദിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് വെടിവഴിപാട്. സർവാഭീഷ്ടപ്രദായിനിയും സർവമംഗളകാരിണിയുമായ ചോറ്റാനിക്കരയമ്മയെ കണ്ടു തൊഴാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നവർ വളരെയധികം പുണ്യം ചെയ്തവരാണെന്ന് തന്നെ പറയാം. എന്നാൽ ക്ഷേത്രത്തിലേക്ക് പോയി തൊഴാനായി സാധിക്കാത്ത വളരെയധികം ഭക്തജനങ്ങൾ ഉണ്ടാകും. അവർ അവരുടെ വീട്ടിൽ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. അന്നേ ദിവസം മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ടും ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. വീടെല്ലാം ശുദ്ധമാക്കിക്കൊണ്ട് ദേവിയുടെ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കി ചന്ദനം കൊണ്ടും കുങ്കുമം കൊണ്ടും പൊട്ടുതൊടുവിച്ച ശേഷം ദേവിക്ക് ഒരു പൂമാല ചാർത്തണം. പൂമാല മണമുള്ള പൂക്കൾ കൊണ്ടുള്ളതാണെങ്കിൽ ഉത്തമം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സാധ്യമാകുന്നത് അതുകൊണ്ടാകാം. ഇനി അണിയിക്കാനായി ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ആഭരണങ്ങൾ അണിയിക്കുന്നതും നല്ലതാണ്. അതിനുശേഷം നിലവിളക്കിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാം. ദീപധൂപ ആരതി എടുത്തതിനു ശേഷം ദേവിയെ നാമസങ്കീർത്തനം കൊണ്ട് അർച്ചിക്കാം. ദേവി സഹസ്രനാമം, കനകധാരാസ്തോത്രം, ശ്യാമളാദണ്ഡകം, സൗന്ദര്യലഹരി എന്നിവയിലേതുമാകാം.
ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉത്ഭവപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നാമമായ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ നാമം ചൊല്ലുന്നതും ഉത്തമമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദേവിക്ക് ഉണ്ട ശർക്കര സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ക്ഷേത്രത്തിൽ നട തുറക്കുന്ന ആ സമയം കഴിയുന്നതുവരെയെങ്കിലും നാമും നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നതും വിളക്ക് കത്തിച്ചു വയ്ക്കുന്നതും ഉത്തമമാണ്. സാധിക്കുന്നവർക്ക് രാത്രി 9:30 വരെ തന്നെ വിളക്ക് വീട്ടിൽ കത്തിച്ചു വെക്കാവുന്നതാണ്. സ്ത്രീകൾ സുമംഗലികളായിരിക്കുന്നതിനും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും കുങ്കുമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ്. സർവ്വ സങ്കടങ്ങളിൽ നിന്നും മോചനം നൽകുന്ന, സർവ്വ ദുരിതങ്ങളും നീക്കിത്തരുന്ന സൗഭാഗ്യദായിനിയായ, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചോറ്റാനിക്കരയമ്മയെ ഏവരും പ്രാർത്ഥിക്കാൻ മറക്കരുത്. ആദിപരാശക്തിയായ സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.